കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. താമ്രപാണി കമലപ്രണയപ്രദോദമാ ലോലഹാരമണികുണ്ടല ഹേമസൂത്രം ആവിശ്രമാംബുഗതമംബുധനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. നമ്മളിപ്പം ഭീഷ്മപർവത്തിലാണ് ഉള്ളത്. യുദ്ധത്തിനുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് യുദ്ധത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഗുരുകൃപയുടതു പൊഴുതു ഗുരുകൃപ ജനത്തെയും കുന്തീസുതന്മാർ വണങ്ങി വാങ്ങിയിടിനാൻ വിരവിനോട് പൊരുവതിനു കരുതീരുപുറവുമതി വീരം നടിച്ചു രാജാക്കൾ നിൽക്കും വിധോ നിധന ഭയമുടയവർകൾ വിരവിനോടു പോരുവിൻ നീതിയിൽ പാലിപ്പനെന്നിതൂ ധർമ്മജൻ കുരുനൃപതി സുതരിൽ ഇളയവനൊരു യുത്സവം കൂടി പുറപ്പെട്ടു ധർമ്മജൻ പിന്നാലെ രണശിരസി നരപതികൾ ഇരുപുറവും അതുപൊഴുതു ചേണുറ്റെഴും മഹായൂഹവും കൂട്ടിനൻ ചെകുടുപട അലറിനൊരു പടഹമുഖവാദ്യവും തേരൊലികൾ ഞാണൊലികൾ സിംഹനാദങ്ങളും കലഹരസ വിവശതരമതികൾ അതിശൂരന്മാർ കണ്ടുകൊണ്ടാടി പരസ്പരം നിൽക്കുമ്പോൾ കമലദള നയനനോടു വിജയനഥ ചൊല്ലിനാൻ കാരുണ്യവാരിധേ ശ്രീപദേ ദൈവമേ. കപടമതികളിലിയ ചെറുവിരൽ സുയോധനൻ കശ്മലൻ തന്നെ കുറിച്ചു യുദ്ധത്തിനായി നിജതനയ ധനസദന ജീവനാദ്യങ്ങളെ നിത്യമല്ലെന്നുപേക്ഷിച്ചു സന്നദ്ധരായി കലിതരണ മരണമിഹ വന്ന യോദ്ധാക്കളെ കാൺമാനടുത്തു നിർത്തേണമിസ്യന്തനം മറുതലകൾ ഇരുപുറവും മടൽ കരുതി നിന്നതിൻ മധ്യേ മഹാരഥം നിർത്തിനാൻ അച്യുതൻ സുഹൃദനുജതനയ ഗുരുജന പിതൃപിതാമഹന്മാരെയും യുദ്ധസന്നദ്ധരായി കണ്ടവൻ ത്രിദശവരതനയനതി കരുണയോടു ചൊല്ലിനാൻ തേർ പിന്തിരിച്ചു വിടർത്തി നിന്നിടുക. നിശിതതര വിശിഖഗണമരുതു ഗുരുവപുഷി ഞാൻ നിഷ്കരുണം പ്രയോഗിപ്പതയ്യോ ഹരേ ഹരവരദ ശിവഗിരിശ ദുരിതഹര ശങ്കരാഹാ നിനച്ചതീമോഹമെത്രയും ഗുരുവധമിതതി ദുരിതമരുതരുതു മാധവ കുട്ടൊല്ല തീർവിന്തിരിക്കുന്നു ഫൽഗുനൻ അതികരുണമരകുലവരനൊടുര ചെയ്തു താൻ ആയുധം വെച്ചു തേരിൽ കിടം നീടിനൻ ജഗതുദയ ഭരണ പരിഹരണ ബഹുലീലയും ചെയ്താഴിയിൽ പള്ളി കൊള്ളുന്ന നാഥനും അലമലമിതരുതരുതു ചപലതകൾ നരപതികൾ ആക്ഷേപമേ ചെയ്യുമില്ല കില്ലേതുമേ അനുചിതമിതരിക നൃപകുലമതിനു നല്ലതല്ലയോ നിനക്കു ദുഷ്കീർത്തിയുണ്ടായി വരും ഫലമതിനു നരകമൊരു ഗതിവരികയില്ലടോ പാർത്ഥിവന്മാർക്കു യുദ്ധം വെടിഞ്ഞിടിനാൽ പരമപുരുഷനും അതിനു പരിചൊടരുളിയിടിനാൻ പ്രാർത്ഥനാധ്യാത്മമായുള്ളതെപ്പേരുമേ. വിമലന ജനഖില ജഗതധിപനത കാട്ടിനാൻ വിശ്വസിച്ചിടുവാൻ വിശ്വരൂപത്തെയും ത്രിഭുവനവും അസുരസുര മനുജ ഖഗഭുജക ധനുജ പശുമുഖ ബഹുല ഭൂത വൃത്താന്തവും ബഹുചരണ ബഹുവദന ബഹുല കരജാലവും വിസ്മയത്തോടു കണ്ടിടിനാൻ അർജുനൻ ഭയമൊടവനതു പൊഴുതു തെരുതെര നമസ്കരിച്ച ഭയമരുളെന്നു കൂപ്പിസ്തുതിച്ചിടിനാൻ കുരുകുലജ ഭയമൊഴിക കുരു സമരമാശു നീ കുണ്ഠനായിടൊല കണ്ടതെല്ലാമഹം മധുമഥനൻ അമരവരസുതനുടുപദേശമായി മായാപ്രഭാവമതു നീങ്ങും പ്രകാരമുടൻ ഉഴറിയരുളിന മൊഴികൾ ഉപനിഷത്താകയാ രോതിനാർ ഗീതയെന്നാദരാജ്ഞാനികൾ അതു പൊടുത്തു ചപലതകളഖിലം അകലെ കളഞ്ഞർജുനൻ പോരിനായി വില്ലെടുത്തിയിടിനാൻ അഥകലഹമതി ഭയതമരുതു മമ ചൊല്ലുവാൻ അമ്പുകൊണ്ടേ മറച്ചിടിനാൻ അമ്പരം അഥ വിജയനതു പൊഴുതു ശരയുകളവും തൊടുത്താചാര്യപാദാഭിവാദ്യം പ്രയോഗിച്ചാൻ. അപ്പോൾ
എന്നാ പറയുന്നത് വെച്ചാൽ എല്ലാവരും നമസ്കരിച്ചു. കുന്തിസുതന്മാർ എല്ലാവരെയും ഗുരു ജനങ്ങളെല്ലാം നമസ്കരിച്ചു. നാളെ നമുക്കിനി യുദ്ധം തന്നെ എന്നില്ല തീർച്ചയായി. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇപ്പം ആയി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ അർജുനൻ പറഞ്ഞു, ഇവിടുന്ന് മുതലാണ് ഭഗവത്ഗീതയുടെ തുടക്കം. ഇവിടുന്ന് മുതൽ എനിക്ക് ഭഗവാനെ ആ ദുര്യോധൻ്റെ കൂടെ കൂടിയിട്ട് യുദ്ധം ചെയ്തിട്ട് മരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം എനിക്കൊന്ന് കാണണമായിരുന്നു. അപ്പം അതിൻ്റെ നടുക്ക് തേര് നിർത്തണേന്ന് പറഞ്ഞു. അതുതന്നെയാണ് അതിലും പിന്നെ ഭഗവത്ഗീതയിലും അർജുനൻ പറയുന്ന ശ്ലോകങ്ങൾ. അന്നേരം കാണിച്ചു. അവിടെ നടക്കൊണ്ട് നിർത്തിരാൻ പറഞ്ഞു, അയ്യോ എനക്കാവൂല ഭഗവാനെ, എനക്കാവൂല ജനാർദ്ദന, എനക്കാവൂല മാധവ, തേര് കൂട്ടല്ല, പിറകോട്ടെടുക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ കിടന്നിട്ടാകുമ്പോൾ ഭഗവാൻ എന്തൊക്കെയോ അതാണ് ഓതിനാൻ ഗീതയെന്നാദരാൽ എന്ന് പറയുന്നത്. എല്ലാവരും ഈ ഉപനിഷത്താണ്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രമാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ഓരോരു പിന്നെ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് പറയും. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. വന്നിട്ടും ഇയാൾ നേരെയാവാത്തതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ വിശ്വരൂപം അങ്ങ് കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാം കണ്ടിട്ടാകുമ്പം അഭയം തരണേ അറിഞ്ഞിട്ട് കൂപ്പിയിട്ട് നമസ്കരിച്ചു. അന്നേരം പറഞ്ഞു, നിനക്ക് പേടിക്കൊന്നും വേണ്ട, നീ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മായയെല്ലാം നീങ്ങിട്ടാകുമ്പോൾ ഇദ്ദേഹം പിന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നു. കരികളധരഥികളോട് രഥികളും കാലാൾക്കു കാലാളും അശ്വത്തിനശ്വവും നിജസദൃശബലസഹിത ജനഘടന ചേതസ നീതിയോടേറ്റു പൊരുന്നതാലോകിതം ഗഗനമതിലമരവരർ വിരവൊടു നിറഞ്ഞു ഗന്ധർവ സിദ്ധ വിദ്യാധരോഘാതിയും നരപതികൾ എതിർപ്പൊരുതു തെരുതെര മരിക്കയും നാഗനാരീജനം വന്നു ഭരിക്കയും നരതുരക തതിരുധിര നദികളിൽ ഒലിക്കയും നാരദൻ കണ്ടു കൊണ്ടാടിച്ചിരിക്കയും ഖഗനിവഹമത രുധിരജലമതു കുടിക്കയും കണ്ടാശവം പിശാചാളി ഭുജിക്കയും കനമകലുമതു കരുതി വസുമതി ഹസിക്കയും കാണികൾ നാരായണേ തീ ജപിക്കയും ഘനകളിത ജലസദൃശ ശരനിര പൊഴിക്കയും ഖഡ്ഗപാദം ചതൂരന്മാർ കഴിക്കയും നിശ്ചിതതര വിശിഖഭയപരവശമൊളിക്കയും നിർഭയന്മാരതു കണ്ടു പഴിക്കയും കരവികളതരികളരികളതല കണ്ഠം മുറിഞ്ഞു തലകൾ തെറിക്കയും ചപലതരമതി ചതുരവര ഗുണമറുക്കയും ചാതുര്യമോടു ചാപങ്ങൾ മുറിക്കയും ചപലകളൊടുപമത കുമസിലതകളേൽക്കയും ചപലതകളൊടുപകുമസിത ലതകളേൽക്കയും ചാബല്യമുള്ളവർ കണ്ടു വിറക്കയും സമരരസമതികൾ നിജ സമരൊടു മറുക്കയും സാവജ്ഞമേഹീതി ചെന്നു വിളിക്കയും രണകരണ നിപുണ തരമപകരുണമാർക്കയും രേണുകാപുത്ര ശിഷ്യൻ പ്രമോദിക്കയും മധുമഥനവദന നളിനം വികസിക്കയും മാനം നദിച്ചവർ ദേഹം ത്യജിക്കയും രണമരണ ഭയരഹിത മതികളെ നുദിക്കയും രാജവൃന്ദം ചോര കണ്ടു മതിക്കയും സമരഭുവിമുഖപടരെ പരിഹസിക്കയും സംയുഗ കാമികളട്ടഹസിക്കയും ധനുജസുര സമരമതിനുപമിക്കയും ദ്വന്ദ്വയുദ്ധം കണ്ടവർ വിവാദിക്കയും ശമനഭടവര നിവഹമേറെ ശ്രമിക്കയും ശന്തനുജൻ ധനുസേറ്റം നമിക്കയും വിബുദ്ധ യുവതികൾ നരന്മാരെ ഭ്രമിക്കയും വീതശോകം കൗതുകേനാരമിക്കയും ശരണമിക കിമിതി ചിലർ പല വഴി തിരിക്കയും ശന്തനുപുത്രൻ ബലൗഖം ഭരിക്കയും കരികളുടെ പവനസുതനുടനുടൻ അടുക്കയും കൈക്കിതമെഴും പരിചുമുഷ്കോടടിക്കയും ഘനമുടയുമടവടികൾ കഠിനതരമേൽക്കയും ഖണ്ഡാരവേണ പിടഞ്ഞു കിടക്കയും കലശഭവനതിനു ശരശത്തതികൾ വർഷിക്കയും കൗതൂഹലേന ഘടോൽക്കജനാർക്കയും ത്രിദശപതി സുതനുമത
ശരനിര പൊഴിക്കയും ചെമ്മേ ഭയത്തോടരിവാഹിനി ഒഴിക്കയും നദിമകനും അതിനുടറി വിജയനോട് എതിർക്കയും നല്ല ധർമാത്മജൻ ശല്യരോടടുക്കയും പെരിയ രഥമതിൽ വിരവോടേറി വന്നുത്തരൻ പിന്നിട്ടു ധർമ്മജനെ മുൽപ്പുക്കെതിർത്തതിനു മതസലിലമൊഴുകിനൊരു കരിമുതുകിലേറി ഞാൻ മാദ്രേശനായുള്ള ശല്യർ മഹാരഥൻ കൊല കരുതിയവരിരുവർ പൊരുതളവു ശല്യരും കൊന്നിയിടിനാൻ ഉത്തരൻ തന്നെ അന്നേരം ദിവസകരനൊളിവിനൊടു ജലധിയിൽ മറഞ്ഞു തേദിക്കെങ്ങുമെല്ലാം ഇരുട്ടും നിറഞ്ഞുതേ പകലറുതി വരുമളവു പടയും തിരഞ്ഞുതേ പാണ്ഡവന്മാർക്കു സന്തോഷം കുറഞ്ഞുതേ പരമപുരുഷനെയും അകമലരിലാക്കിക്കൊണ്ടു പാർത്ഥിവന്മാർ ചെന്നു കൈനിലയും ബുക്കാർ അപനദിനമുഷതി കുരു നരപതികൾ പോരിനായാർത്തു പൊക്കിയിടിനാർ പോർക്കളം തന്നിലെ കഠിനതരമനില സുതനൊടു പൊരുതു നിന്നുടൻ കാലനൂർ പുക്കാർ കലിംഗാത്മജന്മാരും ശരനികരമതു പൊഴുതു പെരുമഴ സമാനമായി ശന്തനു നന്ദനൻ തൂക്കി തുടങ്ങിനാൻ അതിഥി സുതവര തനയനതിനു സമമേതുടൻ അത്ഭുതാകാരമായി വന്നിതു യുദ്ധവും കതിരവനും അതു പൊഴുതു ചരമഗിരിമുകളിലായി കണ്ടു നിന്നിടിനോരും നടന്നിടിനാറുദേ ഗിരിമുകളിൽ ദിവസപതി വന്ന പോതുക്കുള്ള മന്നവർ 3-ാം ദിവസവും. ഇതിലിപ്പോ ഒന്നും എനിക്ക് കഥ പറഞ്ഞു തരാനില്ല. യുദ്ധം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ ഉത്തരൻ മരിച്ചു. പാവം, ഞാൻ പറഞ്ഞില്ല, ഉത്തരൻ വലിയ ഒരു പ്രാപ്തി, യുദ്ധത്തിന് അത്രയൊന്നും ഒരു കഴിവില്ലാത്ത കുട്ടിയാണ്. ആദ്യത്തെ ദിവസം തന്നെ മരിച്ചു. അതാണ് പാണ്ഡവന്മാർക്ക് പറ്റിയൊരു ആദ്യത്തെ ദിവസം ഉണ്ടായ ഒരു വിഷമം. പിന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കലിംഗാത്മജന്മാർ അതെല്ലാം ദുര്യോധൻ്റെ കൂടെ ഉള്ളവരാണ്. അവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചത് ഈ കുട്ടി, ഈ ഉത്തരൻ. അന്നും കഴിഞ്ഞു. 2-ാമത്തെ ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം തുടങ്ങി. ഉദയഗിരി മുകളിലഥ ദിവസപതി വന്ന പോതുക്കുള്ള മന്നവർ 3-ാം ദിവസവും സരഭസമുടൽ കരുതി വന്നുടൻ സന്നാഹമോടു നില വിളിച്ചിടിനൻ ജലത നിറമുടയതുകുലൻ അഖിലേശ്വരൻ ജന്മാതിഹീനൻ ജനാർദ്ദനൻ മാധവൻ ജനിമരണ ഭയഹരണ നിപുണ ചരണാംബുജൻ ജംഗമാചാര്യൻ ജഗന്മയൻ അധികസിത തുരകയുധ രഥകളിൽ രഥമതിൽ അലങ്കരിച്ചാതിഥേയാധിപ പുത്രനും താനുമായി അരികൾ കുലമറുതി വിടുമതിനതിരുഷാ മുതിർന്നാർത്തേ എതിർത്തിയിടിനാർ ഭീഷ്മരോടപ്പോഴേ കലഹമതിനുപമ പറവതിനരിമയുണ്ടെടോ കാലനോർപ്പുക്കാരനേകം പടജനം ഭയമൊടൊരു പരവശത പെരുകി ഇരുപുറവും ഒരു പാച്ചിൽ തുടങ്ങി തിളകി പെരുമ്പട മറുതലയും മടൽ നിലവുമറിയരുതു പൊടി പെരുകി മണ്ടുന്നിതോരോ ജനങ്ങൾ ഓരോ വഴി പടയിളകിയതു കരുതി വിരവടു സുയോധനൻ പാഞ്ഞടുക്കുന്നതു കണ്ടിട്ടു ഭീമനും ഗിരിമുകളിൽ മഴ പൊഴിയും അതിനു സമമേതേതു കീറി ശരീരം ധൃതരാഷ്ട്രപുത്രനും ഉപരിചർമ്മകൾ മകനു മകനായവൻ ഉക്കുള്ള ഭീഷ്മരോടത്തൽ ചൊല്ലിയിടിനാൻ കടുകത്തിനു കടുതലരുടൽ കരുതി ഭീഷ്മരും കൗന്ദേയ സൈന്യവും ഓടി ഭയത്തിനാൽ ബലസഹജനവരതമ ബലസഹജ നമരവര തനയനോടു ചൊല്ലിനാൻ വൻപട കെട്ടുമണ്ടുന്നതു കൺകെടോ ത്രിജഗദധിപതി വചനം നിശമനത ശാന്തരേ വീരൻ ധനഞ്ജയൻ ബാണങ്ങൾ തൂക്കിനാൻ ത്രിദശപതി സുതകൃശര പ്രയോഗം കണ്ടു ദിവ്യൻ നദീ സുതൻ വിസ്മയം തേടിനൻ പരിഭവമുടമിതകരബലമൊടു പിതാമഹൻ പാർത്ഥനെ കണ്ടെതിർത്താർത്തടുത്തിയിടിനാൻ അമരവര തനയനെയും അമരവര സഹജനെയും അമ്പിനാൽ മൂടിനാൻ വൻപരാം ഭീഷ്മരും കമലതല നയന മൃദുവ ഭുഷിശരമേറ്റതു കണ്ടിട്ടു കോപം മുഴുത്തിതു പാർത്ഥനം വിബുധപതി സുതനതിനു വിരവിനോട് ഭീഷ്മരൻ വിൽമുറിച്ചിടിന നേരത്തു ഭീഷ്മരും വിഗത ഭയം അപരമൊടു വില്ലെടുത്തിയിടിനാൻ വീരനാം പാർത്ഥനതും മുറിച്ചിടിനാൻ വിവശതയിലരിശമുടു വിരവൊടു പിതാമഹൻ വീണ്ടു മറ്റൊന്നു കൈക്കൊണ്ടു ചൊല്ലിയിടിനാൻ വിജയതവ സമര ചതുരത പെരികെ നന്നെടോ വിസ്മയം വീര വിചിത്രം തൊഴിലുകൾ ചരതമുടു
പൊരുവതിനു വരിക വരികാശു നീ ചാകാത്ത നാളല്ല ഞാനും പിറന്നതു കുരുകുലജവരവകൾ ഇരുവരും അടുത്തുടൻ കൂരമ്പു കോരിച്ചൊരിഞ്ഞു തുടങ്ങിനാൻ. രഘുപതിയും അമരരിപു ദശമുഖനുമുള്ള പോരന്നു കാണാത്തവർ കണ്ടാരതൂ പോലെ തുമുലതരണിത ഹൃദയമുടു കാണികൾ തുല്യമതിന്നു മറ്റില്ലൊരു പോരെന്നാൽ ഒഴുകിന രുധിരജലമുണ്ടവർ തങ്ങളിലുണ്ടായ യുദ്ധകോലാഹലം ചൊല്ലുവാൻ അരുതരുതു പുനരതിഥി വര തനിയ നന്ദനാലസ്യമുണ്ടായിതേറ്റം മുറികയാൽ. നിജസജീവനുടൽ മുറി വിടലിനൊടു കാൺകയാൽ നിർത്തിനാൻ തേരെടുത്തിയിടിനാൻ ചക്രവും മധുമഥനണയവരും അളവു ദേവവ്രതൻ മന്ദസ്മിതം ചെയ്തു നിന്നു ചൊല്ലിയിടിനാൻ. കമലതല നയന മധുമഥന കരുണാനിധേ കാളമേഘാഭിരാമാകൃതേ ശ്രീപദേ ജനിമരണ ഭയഹരണ നിപുണഹര ചരണയുഗ ജന്തുക്ക ജീവനമായ ജഗൽപദേ നളിന ശരശമന കര നളിന ഭവ നമിത പദ നാരായണ ഹരേ നാരായണ ഹരേ. സലില നിധിദുഹിതൃവര സകല ജഗദവന പര സച്ചിൽ സ്വരൂപ സനാതന മാധവ. ഇപ്പം എന്നാ പറയുന്ന വെച്ചാൽ മൂന്നാമത്തെ ദിവസം യുദ്ധം തുടങ്ങി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അപ്പോൾ ഈ ഭീഷ്മരും അർജുനനും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ പണ്ട് ശ്രീരാമചന്ദ്രപ്രഭു രാവണനും തമ്മിലുണ്ടായ യുദ്ധം അന്ന് കാണാത്തവർ ഇന്ന് കണ്ടു എന്നാണ് പറയുന്നത്. ആകെ ചോര മാത്രമേ ഉള്ളൂ. ചോരയിൽ ഇങ്ങനെ കുളിച്ചിട്ടാന്നില്ലത് ഇവർ. അപ്പോൾ പറയുന്നു, അർജുനോട് പറയുന്നു, വാ യുദ്ധം ചെയ്തോ, എന്നോട് യുദ്ധം ചെയ്തോ, ഞാൻ ചാവാത്തത് നാളിലൊന്നല്ല പറഞ്ഞിനി, വാ എന്ന് പറയുന്നു. അപ്പോൾ അർജുനന് നിറയെ അമ്പെയ്തിട്ട് ഇങ്ങനെ ആക്കി ഭീഷ്മ പിതാമഹൻ. അതങ്ങ് കാണുമ്പോൾ ഭഗവാന് കഴിയുന്നില്ല. ഭഗവാൻ തേരാടെ നിർത്തിയിട്ട് ചക്രം എടുത്തൊരു പാഞ്ഞു. അപ്പോൾ ഒരു സത്യം ഉണ്ടായിട്ടില്ലേ, ഞാൻ ആയുധം എടുക്കൂലെന്നു. അതെല്ലാം മറന്നു അർജുനന് അമ്പെയ്ത് മുറിവേറ്റത് കാണുമ്പം. അന്നേരം ഇദ്ദേഹം സ്തുതിക്കേ നടന്ന് നമ്മുടെ ദേവവ്രതൻ, അതായത് ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ സ്തുതിക്കുന്ന ഭഗവാന. നിഗമമയ സദന വിധുവദന കരുണാനിധേ നിന്നുടെ കൈകൊണ്ടു കൊന്നരുളെന്നെ നീ മമ മനസ്സി നിയതമഭിലഷിതമിതു മാധവ മറ്റെന്തു പിന്നെ വരേണ്ടതെനിക്കഹോ. മധുരതര വചനമുടു കുരുകുലജനിങ്ങനെ മാനിച്ചു ചൊന്നതു നേരത്തു പാർത്ഥനും അരുതരുതിതൊഴികൊഴിക കരുതുകൊരു സത്യമുണ്ടാനന്ദമൂർത്തെ മറന്നിതോ മാനസേ വിജയനയ വചനമതു വിമലനസുരാരിയാം വിശ്വൈക നായകൻ കേട്ടടങ്ങിയിടിനാൻ ഖരകിരണനൊളിവിനൊടു കടലെ മുഴുകിയിടിനാൻ കൈനില പൊക്കിയിടിനാൻ മഹീപാലരും. കലഹര സമകതളിരിൽ നിറയൂ അരിവീരരും കണ്ടെതിർത്താർ തമ്മിൽ നാലാം ദിവസവും ദ്രുപദസുതനൊടു പൊരുതു നിന്ന ശല്യാനുജന്തേർ കളഞ്ഞാനതിന്നാശു ദൃഷ്ടദ്യുമ്നൻ. കുപിതനത് ചതുരനവനോട് പൊരുതടുത്തുടൻ കൊന്നിതു ശല്യാനുജൻ തന്നെയന്നേരം. വ്യഥയുമൊരു പരിഭവവും അകതളിരിൽ വായിക്കയാൽ വീരനാം ശല്യരടുത്തു പടയുമായി കരതളിരിലൊരു ഗതയും അഴകിനോടെടുത്തുടൻ കാറ്റിൻ മകനു മടുത്താൻ കടൽ പോലെ ഘടമുടയ വടിവിനോട് കഠിനമുടടിച്ചുടൻ കാലപുരത്തിനയച്ചാൻ കരികളെ പടനടുവിലറിഞ്ഞൊരു പവന തനയൻ തന്നെ പറ്റലർ കണ്ടു പേടിച്ചകം നീടിനാൻ. കുരുനൃപതി വര തനയെന്ന അവരജന്മാരുമായി കൂറ്റനെ പോലെ അടുത്താനതു നേരം. ബലമുടയ പവനസുതനതിനു തേരേറിനാൻ പെയ്തു തുടങ്ങിനാൻ ബാണഗണമവൻ. കുടുമയോട് പൊരുതു കുരുനൃപതി സഹജന്മാരെ കൊന്നാൻ 13 പേരെയും. മാരുതി നരതുരക കരിരഥികൾ നാശങ്ങൾ കണ്ടിട്ടു നാഥൻ ഭഗതത്തനെ തടുത്തിയിടിനാൻ. 4ാമത്തെ ദിവസം യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അപ്പം ഈ ഭഗവാൻ ഇത് ചക്രം എടുത്തിരങ്ങ് വായുമ്പം ഭീഷ്മർ പറയുന്ന, നിന്നുടെ കൈ കൊണ്ടു കൊന്നരുളെന്നെ നീ. എനിക്ക് ഈലിപ്പരം ഒരു മോക്ഷം കിട്ടാനില്ലല്ലോ ഭഗവാനെ, ആ തൃക്കൈ കൊണ്ട് എന്നെ കൊല്ലണമെന്ന്. അപ്പോൾ ചാടി കൈ പിടിച്ചു അർജുനൻ. ഭഗവാനെ ഒരു സത്യമുണ്ട്, അത് മറന്നുപോയോ ഭഗവാനെ എന്ന് ചോദിച്ചിട്ട്, അനന്തമൂർത്തേ മറഞ്ഞതോ മാനസേ ഇങ്ങനെ ചോദിക്കുന്നു. ആ സത്യം മറന്നുപോയോ എന്ന് പറഞ്ഞ്
അർജുനൻ 2 കാലും കെട്ടിപ്പിടിച്ചിട്ടാകുമ്പോൾ ഭഗവാൻ ഓർമ്മ വന്നു. പിന്നെ വീണ്ടും അത് ചക്രം കളഞ്ഞിട്ട് അവിടെ തേരിലേറി എന്നാണ് പറയുന്നത്. അപ്പം ആദ്യം 4-ാമത്തെ ദിവസം 13 കൊന്നു. 100 13 കൊന്നു. നമ്മുടെ ഭീമസേനൻ. പവനസുത വപുഷിഷിതീ ശരനിരകൾ കൊണ്ടതു പാർത്തു ഘടോൽക്കജനാർത്തടുത്തിയിടിനാൻ. അച്ഛനെ അമ്പെയ്ത് ശരീരത്തിന് ചോര പൊടിയുന്നോണ്ടിട്ട് ഘടോൽക്കജൻ വന്നു. മറുതലകൾ നടുവിലടൽ പൊരുവതിനു പൊക്കവൻ മായകൾ കൊണ്ടു പോർ ചെയ്തടുത്തിയിടിനാൻ. പരവശതയോട് പടയുമിളകി നട കൊണ്ടുതേ പാർത്ഥിവേന്ദ്രൻ ഭഗദത്തനോ മോടിനാൻ. മുസലധര കരികൾ പല പെട്ടു പോയീതുടൻ മുൽപ്പെട്ടു വാങ്ങി സുയോധന സൈന്യവും സുഹൃതനുജ സഹിത യമതനയനും സൈന്യവും. സൂര്യൻ മറഞ്ഞാറേ കൈനിലയും പൊക്കാൻ അപജയവും അനുജജനമരണവും ചൊല്ലിനാനാർത്തനായി ഭീഷ്മരോടന്നു സുയോധനൻ. 4-ാമത്തെ ദിവസവും കഴിഞ്ഞു. അങ്ങനെ വൈകുന്നേരമാകുമ്പം യുദ്ധമെല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം പോയിട്ട് കാര്യം പറയും ചെയ്യലായി സുയോധന. എന്തെന്ന് ഇവനോട് എത്ര ആൾ പറഞ്ഞിനി വേണ്ട വേണ്ട വേണ്ടാന്ന്. എന്നിട്ടിപ്പോൾ കാര്യം പറയും ചെയ്യുന്നു ഭീഷ്മ പിതാമഹനോട്. അപ്പോൾ അദ്ദേഹം അതന്നെ പറയുന്നു, നമുക്ക് നന്നാവൂല എന്ന് പറയുന്നു. നദിമകനുമതിനു കുരുപതിയോടു ചൊല്ലിയിടിനാൻ. നന്നാകയില്ല പട നമുക്കെന്നുമേ സകല ജഗതവന കരനവനി ഭരനാശനൻ സാക്ഷാൽ ജഗന്മയനായ നാരായണൻ. പകലിരവു തുണയരികിലുണ്ടു സുയോധന പാണ്ഡവന്മാർക്കേ ജയം വരൂ നിർണയം. ഭരതന ജനഖില ജനഹൃതി മരൂമീശ്വരൻ വാസുദേവൻ തന്നെ വന്ദിക്ക നീ താനും യമതനേനവനിയൊരു പാതിയും നൽകിനി ചമ്മേ സുഖിച്ചു വസിക്ക പിണങ്ങാതെ. അനുനയമോട് അശുഭശുഭമറിവതിനു ചൊന്ന ബോധാദിത്യദേവൻ ഉദിച്ചാനതു നേരം. ഈ പകല് മുഴുവൻ യുദ്ധം ചെയ്ത് രാത്രി ഉറക്കണ്ടോ? രാത്രി ഇതെല്ലാം ഈ കഥ പറയല് പണി. അവരെ ജയിക്കൂലൂ ദുര്യോധന. ഇനിയെങ്കിലും 13 ആൾ പോയി ബാക്കിയിലെ 87 ആളില്ലേ, അവർ കൂടിയിട്ട് പകുതി രാജ്യം കൊടുത്തിട്ട് സുഖമായിട്ട് ജീവിക്ക് എന്ന് പറയാം. അതൊന്നും അവന് കേൾക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴത്തേക്ക് 5-ാം ദിവസവും പൊലന്നു. പല മലകളൊരുമയോടു പല മലകളോട് പൊരുവതിനു പാഞ്ഞെടുക്കും വണ്ണമേറ്റി 5-ാം ദിനം. പരമഗുരുചരിതനത അധരഥമതു നടത്തിനാൻ പാർത്ഥനും ഭീഷ്മരോടെ ഇതടുത്തിയിടിനാൻ. മുസലധര പരിഖവര പരശുമുഖമായുധം പാർത്ഥിവന്മാരുടൻ തൂകി തുടങ്ങിനാൻ. പരനിവഹ ശമനകരൻ അമരവരനന്ദനൻ ഭൈരവാസ്ത്രം പ്രയോഗിച്ചിതു ഭീഷ്മരെ. പരശുധരനോട് പൊരുതു ജയമതു ലഭിച്ചവൻ പ്രത്യസ്ത്രമേതു തടുത്തു നിന്നിടിനാൻ. പടനടുവിലൊരു രുധിര നദിയുമൊഴുകി തഥാ പെട്ടിതു സാത്യകിക്കാത്മജന്മാർ 10. പിന്നെ ദിവസം 5-ാം ദിവസം യുദ്ധം ചെയ്യുമ്പം സാത്യകിരെ 10 മക്കളും മരിക്കാനട വന്നു. പുരുഷവരനധികരഥനായ ഭൂരിശ്രവാപുത്രഗണത്തെ വധിക്കയാൽ സാത്യകി കനൽചിതറുമണിമിഴിയോടെ എതിർപ്പൊരുതടുത്തുടൻ കാണായ ശത്രുക്കളെയൊടുക്കിയിടുന്നൻ. കരിതുരക നരരഥികളിരുപുറവുമേറ്റവും കാലരാജ്യം ഗമിച്ചാർ പിണങ്ങിയതുലും. അരുണൻ അലകടൽ നടുവിൽ രഥകൈ നിലയിലഴകിനോട് പൊക്കാർ പുലർന്നിതാറാം ദിനം. 5 ദിവസം യുദ്ധം കഴിഞ്ഞ് 6-ാം ദിവസമായി. 10-ാമത്തെ ദിവസമാണ് ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ വീഴേണ്ടത്. കൃതികളതിൽ മികവിയലു മരിയ ഗംഗാസുതൻ കൗഞ്ചമാം വ്യൂഹം ചമച്ചു നിർത്തിയിടിനാൻ. കൃതികളകമതിൽ മരുവുമഖില ജഗദീശനം കൃഷ്ണനും പാർത്ഥനും തേരിലേറിയിടിനാൻ. അരജർക്കുള്ളവരവർകൾ എതിർപൊരുതു തമ്മിലേറ്റന്തകൻ വീടു പുക്കാനനേകം ജനം. ദ്രുപദസുതനതിചതുരനായ ദൃഷ്ടദ്യുമ്നൻ മോഹിച്ചിതേറ്റവും മോഹാസ്ത്രമേൽക്കയാൽ. ഒരുവരനും അവനോട് എതിർപൊരുതു തേരും വില്ലും കൂടെ കളഞ്ഞെയ്തടുത്തു ചെന്നിടിനാൻ. കുരുപതിയും അത് പൊഴുതു പലരോടും ചൊല്ലിനാൻ കുന്തിസുതനായ ഭീമനെ കൊല്ലുവാൻ.
ഉടറുകിനി വിരവിനുണ്ടു കളയരുതു കാലമെന്നു കോടൊടുത്തു ഗുരുപ്രവരന്മാരും ദ്രുപദ നപതുഹി ധ്രുവര സുതവരജ കേകയ ദ്രുപദ മുഖരഥികൾ തുണ ചെന്നിതു ഭീമനും ദ്രുതതരമോടതി വരജ കേകയ ദ്രുപദ മുഖരഥികൾ തുണ ചെന്നിതു ഭീമനും ദ്രുതതരമോടതി നികടമടൽ പൊരുതനന്തരം ദ്രോണാദികളും ഒഴിച്ചു വാങ്ങിയിടിനൻ കുടകൊടികളടലിടയിലിടരൊടു പൊടിച്ചുടൻ കൂടെ തുടർന്നടുത്തിടിനാൻ ഭീമനും ചെകിടയുമളവലറുമനില സുതഭീതിയാൽ ചെന്നവർ കൈനില പൊക്കിരും നീടിനാൻ മറുതലകൾ 17 ദിവസവും മണ്ഡലവ്യൂഹം ചമച്ചിതു ഭീഷ്മരും വരികിലിള കരുതു പടയെന്നുറപ്പിച്ചുടൻ വജ്രമാം വ്യൂഹവും വജ്രധരാത്മജൻ സലിലധര നികരമടമഴ പൊഴിയും ഔവണ്ണം സായക ഭക്തികൾ തൂക്കി തുടങ്ങിനാർ ഉടനുദരകള ചരണമുഖമവയവങ്ങളെറ്റൂക്കെന്നു ചോരായൊലിക്കൊന്നു പിന്നെയും രഥനികര തുരകവര നരകരികൾ ചാകയും രക്ഷോവര പ്രേതഭൂതങ്ങളാർക്കയും രുധിരനദി പല വഴിയും ഉടനുടനൊലിക്കയും രൂക്ഷതയുള്ളവർ പാഞ്ഞങ്ങടുക്കയും നരപതികൾ ചിലരധിക ഭയമൊടു തിരിക്കയും നാരദൻ തുമ്പുരു സാകം ചിരിക്കയും കലശഭവ നിശിതതര പിശുഖഗണമേൽക്കയാൽ ഖണ്ഡമായി വന്നു വിരാടനു ചാപവും ശരശകലരഥ തുരകതാതനെ കണ്ടാശു ശംഖനും ദ്രോണരോടേറ്റാനതു നേരം നിമിഷമുടു ശമനപുരി നിലേനവുമാക്കിനൻ നിന്നാ ഭരദ്വാജപുത്രൻ ഗുരുവരൻ സഭേദര ഹൃദയമത വാങ്ങി വിരാടനും സവ്യസാജിക്കെതിർ ചെന്നു ഭഗദത്തൻ മഹിത ഗുണമുടയമസുതനൊടു സുയോധനൻ മാദ്രനും മാദ്രീതനയനും തമ്മിലും അസുരസുര സമരസമെന്നെ പറയാവിതസ്തമിച്ചിടിനാനാദിത്യദേവനും ഹരിസഹിത ഹരി ഹയജനരിയരഥമേറിനാനരിമയൊടു പോരിനായി 8 ദിവസവും പവനസുതനൊടു പൊരുതു ചത്താരു 7 പേർ പാപികളായ സുയോധന തമ്പിമാർ പരുഷമൊടു പല വചനമതിനു ദുര്യോധനൻ പാർത്തു ദേവവ്രതൻ തന്നോടു ചൊല്ലിനൻ വിധിവിഹിതമിതു കരുതുകളകഴ സുയോധന വീരർ മരിക്കുന്നതിന്നു ശോകിക്കൊല നിശിചരരിലരജനതി ബലമെഴും അലംബുസൻ നിന്ന പട കൊന്നൊടുക്കുന്നതു കണ്ടു വിബുദ്ധപതി സുത തനയെ നെയ്തെയ്തടുത്തിതു വിത്രസ്തനായവനമ്പരമേറിനാൻ പുനരസുരനുരുവ അവനോടടുത്തിയിടിനാൻ പോരിലവൻ തന്നെ കൊന്നാനിരാവാനും. ഈ 7-ാം ദിവസം 7 കൊന്നു, 4-ാം ദിവസം 13 കൊന്നു. ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്നിട്ട് ഭീഷ്മരോട് കാര്യം. എന്തിന് ഭീഷ്മരോട് കാര്യമെന്ന് ആദ്യം തന്നെ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ സ്വത്തുക്കളായ ആൾക്കാരെല്ലാം, ഗുരുജനങ്ങൾ. അതൊന്നും ഇവൻ കേട്ടിട്ടില്ലല്ലോ. ഇതിപ്പോൾ കരയുന്നു. അപ്പം അലംബുസ് എന്ന് പറഞ്ഞൊരുത്തൻ വന്നിട്ടാണ് ഇരാവൻ എന്ന് പറഞ്ഞാൽ അർജുനനി ഉലൂബി എന്ന് പറഞ്ഞ് നാഗകന്യകയിലുണ്ടായിട്ടുണ്ട് ഒരു മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഞാൻ, അയാൾ. അതിനു പരിഭവമിയലു മധുരകൾ അസംഖ്യമായ ശീവിഷങ്ങളായി കാണായി മായയാ സുരവർജസുതനുമഥ നിന്നു വിഷണ്ണനായി സൂക്ഷിച്ചു മായ മറിഞ്ഞിട്ടിരാവാനും. അതുപൊഴുതു ഗരുഡനുടൽ പൂണ്ടു സർപ്പങ്ങളെ ആശ്ചര്യം വരുമാറവൻ ഭക്ഷിച്ചാനവനെ അവരതു പൊഴുതു മായയാ കൊന്ന പോതാർത്തു ദുര്യോധനാദികളൊക്കവേ. ആ മറ്റേ അസുരൻ അലംബുസ് എന്ന് പറഞ്ഞാൽ പിന്നെ പാമ്പുകളായി കുറേ നാഗങ്ങളായിട്ട് വന്നിട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു മനസ്സിലായി, ഇരാവൻ ഗരുഡനായിട്ട് വന്നിട്ട് നാഗങ്ങളെല്ലാം കൊത്തിത്തുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ ഇരാവനെ കൊന്നു അവർ. പവനസുത തനേനഥ പവന സമ വേഗേന പറ്റലേരൊച്ച കേട്ടുറ്റടുത്തിയിടിനാൻ ഭ്രമണകര പരിഖമൊടു വീരൻ ഘടോൽക്കജൻ ഭ്രാതാവിനെ കൊല ചെയ്തൊരു കാരണം ഇടിയോടെതിരിടുമടവു പൊടുപൊടൽ അറിയിടിനാനിന്ദ്രാത്മജാഗ്രതന്താനും ഔവണ്ണമേ. ഭവനജനും അവരജനും ഒരുമയുടെ അടുത്തുടൻ പാറ്റലർ കൂട്ട മുടുക്കി തുടങ്ങിനാൻ നദിമകനും അതിനു ഭഗദത്തനോടേകിനാൻ നന്നായടുത്താനുടൻ ഭഗദത്തനും.
നിജതനയ മരണമതു കേട്ടു ദുഃഖത്തോടെ നിന്ന ധനഞ്ജയൻ കോപിച്ചടുത്തപ്പോൾ കുരുകുലവും ഒരു ഭയമുണ്ടുളറി നട കൊണ്ടുപോയി. കൂട്ടമേ കൈനില പുക്കിരും നേടനൻ ദിവസകരൻ ഉദയമതു കണ്ടപോ 9-ാം ദിവസവും അണഞ്ഞു പോർ ചെയ്തു തുടങ്ങിനൻ. പിതുരധികനധിക ബല മുള്ള സൗഭദ്രനും പേടിച്ചലംബുസനോടു ഓളമേതൻ. ഗുരുവിനോട് ഗുണസദൃശനായ കിരീടിയും കുംഭികളോടു മൃഗോദര വീരനും ശമനതനയനും അമിത ബലമുടേ ശല്യരും ശക്തിയേറിയിടും മഹാരഥർ തമ്മിലും പൊരുതളവു നരതുരക കരികൾ ഇരുഭാഗവും പോരിൽ മരിച്ച അരസംഖ്യ മരക്ഷണാൽ രുധിരമയ നദികൾ പല വഴിയും ഒഴുകിയിട്ടതാ. ദോഷം മുഴുത്തതി ഘോരമായിരണം വിജയരഥം അതു പൊഴുതു വികത ഭയമച്യുതൻ വീരനാം ഭീഷ്മർക്കു നേരെ നടത്തിനൻ സലിലധര നികരമടമഴ പൊഴിയും ഔവണ്ണം സായകൗഖം പ്രയോഗിച്ചാരിരൂപരും നദിമകനും അതു പൊഴുതു ചെറുതു കോപിക്കയാൽ നാരായണനും നരനുമേറ്റു ശരം. ത്രിദശപതി സുതനും അഥവിൽ മുറിച്ചിടനൻ വീരനാം ഭീഷ്മർ മറ്റൊന്നെടുത്തിടനൻ കമലദള നയന സഖിയായ ധനഞ്ജയൻ കണ്ണിച്ചിതഞ്ചമ്പു കൊണ്ടതു തന്നെയും വിരവിനോട് പുനരപരമൊരു ധനുരനന്തരം ധീരനാം ഭീഷ്മർ കൈക്കൊണ്ടടുത്തിടനൻ ശരനികര പരിപതന ശകലിത ശരീരനായ ശക്രാത്മജയനും തളർന്നിടർ പൂണ്ടുതേ സമരഭവിരഥമഭി നിർത്തി നാരായണൻ ചക്രം തിരിച്ചടുക്കുന്നതു കാണായി. ജയ പരമപുരുഷ ജയ ജയ സകല ഭുവനമയ ജന്മനാശങ്ങളില്ലാത്ത ജഗൽ പ്രഭോ ജയ കമലദല നയന ജയ കമല ഭവസദന ജാഗ്രൽ ഭ്രമപ്രദ പ്രാണിജീവാത്മക ജയ കമലവദന ജയ ജയ വരദ കമലവര ജാഡ്യപ്രണാശന ത്രാഹി മാം ജയ വിബുധമുനി നമിത ജയ ഗിരിശനത ചരണ ജാത്യാഭിമാനാദി ഹീനപ്രദാനിധേ ജയ സകല സഗുണമയ ജയ വിഗുണ വിമല ജയ ജന്തുധർമ്മ പ്രിയ ശ്രീപതേ ഗോപതേ ജയ ഗിരിശ നമിത പദ ജയ സകല തനുഭവന ജന്തുവൃന്ദ ക്ഷേത്ര വേദ വേദാന്തകാക്ഷിതി വിബുധ ജനഹൃദയ നിലേന നമോസ്തുതേ കീർത്തന ധ്യാനമാത്യന്തികം ദേഹി മേ ജയ വിമലരഥ നിലയ പരഗതി വരുത്തുവാൻ ചമ്മേ മുതിർന്നതീനേതും മടിക്കൊല വരിക വരികൈ സമരമരണ ഭയമില്ല മേ വാസുദേവ ജയിക്കെന്നിതു ഭീഷ്മരും നിജസമയ വചനമതിനന്തരം ജയിലും നിശ്ചയം ഭക്ത സത്യത്തെ രക്ഷിക്കുമേ. അവിടുതയോടടൽ നടുവിലിടരോടു ധനഞ്ജയൻ അച്യുതനോടു സത്യത്തെ രക്ഷിക്കെന്നാൻ. ഒൻപതാമത്തെ ദിവസവും യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അപ്പോഴും ഇതുപോലെ തന്നെ വല്ലാതെ ഈ ഭീഷ്മപിതാമഹൻ്റെ അദ്ദേഹത്തിന് അറിയാത്ത ഒന്നുമില്ല അസ്ത്രപ്രയോഗങ്ങൾ. അപ്പം വരുന്ന സമയത്ത് ഭഗവാൻ സഹിച്ചില്ല. ഭഗവാൻ വീണ്ടും ചക്രം എടുത്തു. അപ്പം പറയുന്നത് ഒരുപാട് സ്തുതിച്ചിട്ട് പറയുന്നത് എന്നെ അവിടുത്തെ കൈകൊണ്ട് കൊല്ലി, അവിടുത്തെ കൈകൊണ്ട് കൊല്ലി, അവിടുത്തെ കൈകൊണ്ട് കൊല്ലി. അന്നേരം അർജുനൻ വീണ്ടും പറഞ്ഞു, അയ്യോ സത്യത്തെ രക്ഷിക്കണ്ടേ ഭഗവാനെ, സത്യത്തെ രക്ഷിക്ക് എന്ന് പറയുന്നു. ഭക്തന്റെ സത്യത്തെ രക്ഷിക്കുന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം എന്തെന്ന് ഞാൻ ആയുധം എടുപ്പിക്കുന്ന ഭീഷ്മര് പറഞ്ഞു, അതുകൊണ്ട് ആ ഭക്തന്റെ സത്യത്തിന് രക്ഷിക്കുന്നത്. അപ്പം അർജുനൻ പറഞ്ഞു, അയ്യോ ഭഗവാനെ സത്യം തെറ്റിക്കലാന്ന് അങ്ങനെ പറഞ്ഞിട്ട് 9ാമത്തെ ദിവസവും യുദ്ധം അന്നും വൈകുന്നേരമായി എല്ലാവരും മതിയാക്കി യുദ്ധം. ഇനിയിപ്പോൾ 10ാമത്തെ ദിവസം നാളെ ആണ് ഈ ഭീഷ്മപിതാമഹൻ. ഇന്ന് രാത്രിയാകുമ്പോൾ 9ാമത്തെ ദിവസം രാത്രി എല്ലാവരും പോവും, പാണ്ഡവരെയും കൂട്ടിയിട്ട് ഭഗവാൻ. നേരം നമസ്കരിച്ചിട്ട് പറയും നാളെ ആണും പെണ്ണും കെട്ടോൻ്റെ കൈ കൊണ്ട് മരിക്കാൻ കഴിയില്ല, വീരനായ നിൻ്റെ കൈ കൊണ്ട് മരിക്കണം അർജുന. എനിക്ക് നാളെ ഓനെ മുമ്പിൽ നിർത്തി നീ എന്നെ അമ്പെയ്യണം, ഞാൻ വീണ് തരാം. അങ്ങനെ പറയല്, ഞാൻ വീണ് തരാം ശരശയ്യലി എന്ന് പറയും. നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പോൾ ഇതുവരെ പാരായണം ചെയ്തതും അല്ല, ഇന്ന് പാരായണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അധികം ഒന്നും പറയാൻ അവസരം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഭഗവാന്റെ തൃപ്പാദപത്മങ്ങൾ സമർപ്പിച്ച്
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഓ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.